ദീർഘകാല നിക്ഷേപത്തിനായി ഓഹരികളെ തിരഞ്ഞെടുക്കുമ്പോൾ കമ്പനിയുടെ അടിസ്ഥാന കാര്യങ്ങൾ വിലയിരുത്തുന്നതിനോടൊപ്പം അതിൻ്റെ ഡിവിഡൻഡ് പോളിസിയും മുൻകാലത്തെ ഡിവിഡൻഡ് കൈമാറിയതിൻ്റെ ചരിത്രം കൂടി പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം സ്ഥിരതയാർന്ന തോതിൽ എല്ലാ വർഷവും ഡിവിഡൻഡ് കൈമാറുന്ന ഓഹരികളാണ് പരിഗണിക്കുന്നതെങ്കിൽ രണ്ട് തരത്തിൽ നേട്ടമുണ്ടാകും. ഒന്ന്, മുടക്കമില്ലാതെ ലഭിക്കുന്ന ഡിവിഡൻഡിലൂടെയുള്ള അധിക വരുമാനം. രണ്ടാമതായി, ഓഹരിയുടെ വിപണിയിൽ കാലക്രമേണ വർധനയുണ്ടായാൽ കരഗതമാകാവുന്ന മൂലധന നേട്ടം. ചുരുക്കത്തിൽ, മികച്ച ഡിവിഡൻഡ് ഓഹരിയാണെങ്കിൽ ഇരട്ട നേട്ടം ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് സാരം. അതേസമയം 2025 ഏപ്രിൽ 28 മുതൽ മെയ് 2 വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയ്ക്കിടെ 10ഓളം ഓഹരികളാണ് നിക്ഷേപകർക്കായുള്ള ലാഭവിഹിതം കൈമാറുന്നത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ 4 ഓഹരികൾ പ്രതി ഓഹരി ലാഭവിഹിതമായി 10ലധികം രൂപയാണ് നൽകാൻ പോകുന്നത്. ഒരു പ്രമുഖ ബഹുരാഷ്ട്ര കമ്പനിയുടെ ഓഹരിയാകട്ടെ 33 രൂപ വീതമാണ് നിക്ഷേപകർക്ക് ഡിവിഡൻഡ് ഇനത്തിൽ കൈമാറുക. ഈ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന വ്യാപാരാഴ്ചയിൽ നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകുമെന്ന് അറിയിച്ചിട്ടുള്ള ഓഹരികളുടെ വിശദാംശങ്ങൾ നോക്കാം. ആദ്യം, HCL ടെക്നോളജീസ്. രാജ്യത്തെ വൻകിട IT കമ്പനികളിലൊന്നാണ് HCL ടെക്നോളജീസ് ലിമിറ്റഡ്. മാർച്ച് സാമ്പത്തിക പാദഫലം പ്രഖ്യാപിച്ചതിനൊപ്പം ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം നൽകുമെന്നും അറിയിച്ചിരുന്നു. പ്രതി ഓഹരി 18 രൂപ വീതമാകും നിക്ഷേപകർക്ക് ഇടക്കാല ലാഭവിഹിതമായി കൈമാറുക. ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി ഏപ്രിൽ 28 മുടക്കമില്ലാതെ നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകുന്ന HCL ടെക്നോളജീസ് അവരുടെ നിലവിലെ ഡിവിഡൻഡ് ഈൽഡ് 3.80%. ഇത് താരതമ്യേന ഉയർന്ന ഡിവിഡൻഡ് ഈൽഡ് നിലവാരവുമാണ്. കഴിഞ്ഞ ദിവസം 1578 രൂപ നിലവാരത്തിലായിരുന്നു HCL ടെക്നോളജീസ് അവരുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. രണ്ടാമതായി, വെസൂവിയസ് ഇന്ത്യ. റിഫ്രാക്ടറി ഗുഡ്സിൻ്റെ നിർമ്മാണത്തിലും വ്യാപാരത്തിലും ശ്രദ്ധ വന്നിരിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് വെസൂവിയസ് ഇന്ത്യ ലിമിറ്റഡ്. ഓഹരി ഉടമകൾക്ക് അന്തിമ ലാഭവിഹിതം പ്രഖ്യാപിച്ചിരുന്നു. ഓഹരി ഒന്നിന് 14 രൂപ വീതമാകും ലാഭവിഹിതം നൽകാൻ പോകുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി ഏപ്രിൽ 30. സമീപ വർഷങ്ങളിലായി വെസൂവിയസ് ഇന്ത്യ വിതരണം ചെയ്യുന്ന പ്രതി ഓഹരി ലാഭവിഹിതത്തിൽ ക്രമാനുഗത വർധനയുണ്ടെന്നത് ശ്രദ്ധേയമാണ്. മുടങ്ങാതെ എല്ലാ വർഷവും നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകുന്ന ഈ സ്മോൾ ക്യാപ് ഓഹരിയുടെ നിലവിലെ ഡിവിഡൻഡ് ഈൽഡ് 0.31%. ഇത് താഴ്ന്ന ഡിവിഡൻഡ് ഈൽഡ് നിലവാരവുമാകുന്നു. വെള്ളിയാഴ്ച 5500 രൂപ നിലവാരത്തിലായിരുന്നു വെസൂവിയസ് ഇന്ത്യ ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത്. മൂന്നാമത്തെ, ഗുജറാത്ത് ഇൻട്രക്സ്. മെറ്റൽ കാസ്റ്റിംഗ് വ്യവസായ മേഖലയിൽ ശ്രദ്ധയൂന്നിട്ടുള്ള മൈക്രോ ക്യാപ് കമ്പനിയാണ് ഗുജറാത്ത് ഇൻട്രക്സ് ലിമിറ്റഡ്. ഓഹരി ഉടമകൾക്ക് 100% ഇടക്കാല ലാഭവിഹിതമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം ഓഹരി എന്നതിന് 10 രൂപ വീതം ഗുജറാത്ത് ഇൻട്രക്സിനെ നിക്ഷേപകരുടെ കൈകളിലേക്ക് ഡിവിഡൻഡ് ഇനത്തിൽ എത്തിച്ചേരും. ഇതിൻ്റെ നടപടികളുടെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി മെയ് 2. അതേസമയം മുടക്കമില്ലാതെ എല്ലാ വർഷവും നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകുന്ന ഈ മൈക്രോ ക്യാപ് ഓഹരിയുടെ നിലവിലെ ഡിവിഡൻഡ് ഈൽഡ് 3.64%. ഇത് താരതമ്യേന ഉയർന്ന ഡിവിഡൻഡ് ഈൽഡ് നിലവാരമാണ്. കഴിഞ്ഞ ദിവസം 462 രൂപയിലായിരുന്നു ഗുജറാത്ത് ഇൻട്രക്സ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. നാലാമത്തെ, ABB ഇന്ത്യ. ഓട്ടോമേഷൻ പവർ ടെക്നോളജി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വിസ് ബഹുരാഷ്ട്ര കമ്പനിയാണ് ABB ഇന്ത്യ ലിമിറ്റഡ്. ഓഹരി ഉടമകൾക്കായി 1675% അന്തിമ ലാഭവിഹിതം നൽകുമെന്നാണ് ഈ ലാർജ് ക്യാപ് കമ്പനിയുടെ അറിയിപ്പ്. ഇതുപ്രകാരം ഓഹരി എന്നതിന് 33 രൂപ വീതം ABB ഇന്ത്യയുടെ നിക്ഷേപകർക്ക് ലാഭവിഹിതം നേടാം. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി മെയ് 2. ഇതിനു മുമ്പ് 2024 ഓഗസ്റ്റിൽ ഇടക്കാല ലാഭവിഹിതമായും 10 രൂപ 66 പൈസ വീതം കൈമാറിയിരുന്നു. നിലവിൽ ഈ ക്യാപിറ്റൽ ഗുഡ്സ് ഓഹരിയുടെ ഡിവിഡൻഡ് ഈൽഡ് 0.80%. ശരാശരി ഡിവിഡൻഡ് ഈൽഡ് നിലവാരമാണിത്. വെള്ളിയാഴ്ച 5500 രൂപ നിലവാരത്തിലായിരുന്നു ABB ഇന്ത്യ ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത്. മറ്റ് ഡിവിഡൻഡ് ഓഹരികൾ. വരുന്ന വ്യാപാരാഴ്ചയ്ക്കിടെ മേൽ സൂചിപ്പിച്ച 4 ഡിവിഡൻഡ് ഓഹരികൾക്ക് പുറമെ 5 ഓഹരികൾ കൂടി നിക്ഷേപകർക്കായി ലാഭവിഹിതം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനികളിലൊന്നായ 361 വാം ലിമിറ്റഡ് പ്രതി ഓഹരി 6 രൂപ വീതമാണ് ഇടക്കാല ലാഭവിഹിതമായി നിക്ഷേപകർക്ക് കൈമാറുന്നത്. ഇതിനുള്ള എക്സ് ഡിവിഡൻഡ് തീയതി ഏപ്രിൽ 29. അതേപോലെ ക്ലൗഡ് കമ്മ്യൂണിക്കേഷൻസ് സേവനദാതാവായ തൻല പ്ലാറ്റ്ഫോംസും ഓഹരി ഒന്നിന് 6 രൂപ വീതമാണ് ഇടക്കാല ലാഭവിഹിതം നൽകുന്നത്. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി ഏപ്രിൽ 30. ഷപ്പുർജി പല്ലോൺജി ഗ്രൂപ്പിൻ്റെ ഭാഗമായ ഫോബ്സ് പ്രിസിഷൻ ടൂൾസ് ആൻഡ് മെഷീൻ പാർട്സ് പ്രതി ഓഹരി 5 രൂപ വീതമാകും ലാഭവിഹിതം നൽകുക. ഇതിൻ്റെ എക്സ് ഡിവിഡൻഡ് തീയതി മെയ് 2 നിശ്ചയിച്ചിട്ടുള്ളത്. വ്യാവസായ മേഖലയിലേക്ക് ആവശ്യമായ വിവിധ പമ്പ് സെറ്റുകൾ നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനിയായ KSB ലിമിറ്റഡ് ആകട്ടെ പ്രതി ഓഹരി 4 രൂപ വീതമാണ് നിക്ഷേപകർക്ക് അന്തിമ ലാഭവിഹിതം നൽകുന്നത്. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി മെയ് 2. പാക്കേജിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോ ക്യാപ് കമ്പനിയായ മോൾടെക് പാക്കേജിംഗ് ഓഹരി ഒന്നിന് 2 രൂപ വീതം ലാഭവിഹിതം നൽകുന്നുണ്ട്. ഇതിൻ്റെയും എക്സ് ഡിവിഡൻഡ് തീയതി മെയ് 2. ഡിസ്ക്ലെയിമർ. മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യർത്ഥം നൽകുന്നതാണ്. ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ശുപാർശയോ നിർദ്ദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളുടെ സേവനം തേടുകയോ സ്വന്തം നില വിശദമായ പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വിഷയമായി വീണ്ടും കാണാം.